ഹായ് ബ്രോ. നമസ്കാരം. ഹായ് ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫൺ ഫാമിലിയുടെ മോസ്റ്റ് ഫണ്ണിയസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഫണ്ണിയസ്റ്റ് എപ്പിസോഡ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേക്ഷകർക്കറിയാം, സാധാരണ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഡീറ്റെയിൽസ് അയക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾക്കൊരു മെയിൽ ഐ ഡിയിൽ നിന്നും ഒരു മെസ്സേജ് വന്നു. എൻ്റെ ഭർത്താവിന് എനിക്കൊരു പണി കൊടുക്കണം, ഭർത്താവ് കുറച്ച് നാളായിട്ട് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പണി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വിളിച്ച് ആ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ ആ ചേച്ചിക്ക് ഒരു മണ്ടത്തരം പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ പേരാണ് കോൺടാക്ട് ലിസ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്, ഹസ്ബൻഡിന്റെ നമ്പർ. അങ്ങനെ ആ നമ്പറിൽ ഞങ്ങൾ വിളിച്ചു സംസാരിച്ചപ്പോൾ ഒരാൾ പറയുകയാണ്, ആഹാ എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്തോ, എൻ്റെ ഭാര്യ എനിക്ക് പണി തരാൻ പറഞ്ഞു അല്ലേ, എന്നാ ബ്രോ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ തിരിച്ചൊരു പണി കൊടുക്കാനായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഒരു പണി കൊടുത്താൽ മതി, അത് ഹസ്ബൻഡിനായാലും വൈഫിനായാലും നോ പ്രോബ്ലം. അതാണ് ഈ ഒരു മുതല്. ഹസ്ബൻഡേ വലിയൊരു മനുഷ്യൻ തന്നെയാണ് മിസ്റ്റർ സുധീൻ ബ്രോയാണ് ഭാര്യയ്ക്ക് ഒരു 8ന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ ചാക്കിയിട്ട് ഞങ്ങളുടെ പ്ലാൻ ഒക്കെ മാറ്റി കളഞ്ഞേക്കുന്നത്. ബ്രോ എന്താണ് ചെയ്യുന്നത്? ഞാൻ റിസോർട്ട് നടത്തുക പാലക്കാട്, ഒരു ഉദയ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ണാടി ടൗണിന്റെ അകത്ത് തന്നെയാണ്. ഞാൻ ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിൽ മതിയാക്കി നാട്ടില് കുടുംബത്തോടെ വന്ന് സെറ്റിലായി. ഏതാണ്ട് എത്ര വർഷമായി കാണും ഇവിടെ? ഇവിടെ ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞ ഒരു 7 വർഷമായി നാട്ടില്. ഓക്കെ, നമുക്ക് ഇനി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് അതെ, നല്ലൊരു ഏരിയ ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു മുത്തശ്ശി ഇരുന്ന് അമ്മിക്കല്ല് ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു റിസോർട്ട് എന്നുള്ള ഒരു പ്ലാൻ വരാനുള്ള കാരണം എങ്ങനെയായിരുന്നു? അത് നമ്മൾ ഈ ഗൾഫുകാരായതുകൊണ്ട് എപ്പോഴും ഒരു പുഴ ഒരു വീക്ക്നെസ് ആയിരുന്നു അച്ഛന്. അങ്ങനെ അച്ഛന് ഒരു പുഴേന്റെ അടുത്തൊരു സ്ഥലം കിട്ടിയപ്പോൾ മെല്ലെ അതൊന്ന് ഡെവലപ്പ് ചെയ്ത്, പിന്നെ ഓരോന്നായിട്ട് ഒരു മരത്തിന്റെ വീട് വേണം, ഒരു വുഡൻ ഹൗസ് ചെയ്തു, പിന്നെ ഒരു മഡിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു, മഡ് ഹൗസ് ചെയ്തു. അതിന് പ്രത്യേകിച്ച് എല്ലാം അച്ഛനും ഞാനും കൂടി തന്നെ ആർക്കിടെക്ചർ ഒക്കെ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട്. അതിന് അടിപൊളി എന്റെ എല്ലാവിധ ഭാവുകങ്ങളും ഇതൊരു വലിയൊരു സംരംഭമായി മാറട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് വീട്ടിലേക്ക് കടക്കണം. അപ്പൊ അഞ്ജലിയോട് പറഞ്ഞിട്ടില്ലല്ലോ? പറഞ്ഞിട്ടില്ല. അപ്പൊ അഞ്ജലിയോട് നമ്മൾ ചോദിക്കും, ഞങ്ങൾ ചോദിക്കും എന്ത് പണിയാ കൊടുക്കണമെന്ന് അഞ്ജലി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അഞ്ജലിയുടെ മനസ്സ് നമുക്കൊന്ന് അറിയാലോ. അതെ, നല്ലൊരു പ്ലാൻ അവള് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ വിളിക്കും. അഞ്ജലി, ഇതാണ് എന്റെ വൈഫ് അഞ്ജലി. നമസ്കാരം, വെൽക്കം ടു ദി ഷോ, വെൽക്കം ടു ഫൺ ഫാമിലി. ഓക്കെ, അപ്പൊ സുധീൻ ബ്രോ പറഞ്ഞു അഞ്ജലി നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു സുധീൻ ബ്രോയുടെ അടുത്ത്, അപ്പൊ എങ്ങനെ പറഞ്ഞു ഒരു പണി കൊടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞു. അതിന് മുമ്പ് നമുക്ക് അഞ്ജലിയെ പരിചയപ്പെടാം. അഞ്ജലി എന്താണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് പരിപാടികൾ? ഹലോ, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 years ആയി. ബേസിക്കലി എൻ്റെ ഫാമിലി കർണാടകയിൽ നിന്നാണ്, ഷിമോഗ പറഞ്ഞ സ്ഥലത്താണ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഒക്കെ. ഇപ്പോൾ 6 years ആയിട്ടാണ് നാട്ടിൽ. എപ്പോഴെങ്കിലും ഈ മുഖത്ത് മേക്കപ്പ് ഒക്കെ എടുത്ത് സുന്ദരനാക്കിട്ടോ തുടക്കകാലത്ത് ട്രയൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സമയമില്ല. എന്തായി ചില സിനിമകളിലൊക്കെ കാണാം, ഭർത്താവ് രാവിലെ എണീറ്റ് പോകുന്ന സമയത്ത് ലിപ്സ്റ്റിക്, കൺമഷി, ചെയ്തിട്ടില്ല, വേണേ ട്രൈ ചെയ്യാം. അഞ്ജലി എങ്ങനെയാണ് ഒരു മേക്കപ്പിലേക്ക് വരാൻ കാരണം എന്താണ്? ഞാൻ പണ്ടേ ഇഷ്ടമായിരുന്നു. അപ്പം ഇവിടെ കല്യാണം കഴിച്ച് വന്നപ്പോൾ ഇവിടെ കുറെ വെഡിങ്സ് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ റിസോർട്ടിൽ വരുന്ന എല്ലാവരെയും പിടിച്ച് ശരി. അപ്പൊ അഞ്ജലി, സുധീൻ ബ്രോയ്ക്ക് അറിഞ്ഞൂടാ ഞങ്ങൾ എന്തിനാ ഇവിടെ വന്നേന്നുള്ളത്. അപ്പൊ അഞ്ജലി തന്നെ പറ, നമുക്ക് എന്ത് പണി സുധീൻ ബ്രോയ്ക്ക് കൊടുക്കാൻ പറ്റും? ഒരു വാക്ക് അറിയിച്ചില്ല, അതാണ് എന്റെ സങ്കടം. ഇങ്ങനെ ഒരു പണി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പണി അറിയാം, ക്ലീനിങ്ങും അത്യാവശ്യം അറിയാം. പണി എടുക്കാത്തത് മോളുടെ കാര്യത്തിൽ കുറച്ച് ബാക്കോട്ടാണ്. അപ്പൊ നമുക്കൊന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി മോളെ ഒന്ന് ഒരുക്കുന്ന പരിപാടി ചെയ്താലോ? കാണണം. പിന്നെ നിങ്ങളുടെ സജഷൻ പോലെ എളുപ്പമാക്കിയിട്ട് എന്തെങ്കിലും. നിങ്ങളുടെ സജഷൻ ഒക്കെ ഇത്തിരി കഠിനമായിരിക്കും, അത് അഞ്ജലി പറയണം. അഞ്ജലി പറഞ്ഞാൽ മാത്രമേ ഞങ്ങളത് ഏറ്റെടുക്കുള്ളൂ. ഞങ്ങളുടെ സജഷൻ വേണോ? അതായത് കുഴപ്പമില്ല, അഞ്ജലി ഓക്കെയാണ് ഞങ്ങളുടെ സജഷന് വേണ്ടിട്ട്. ഞാൻ ഓക്കെയാണ്. കുറച്ചത് പണിയെടുത്ത് കാണട്ടെ. പണി എടുപ്പിക്കാൻ വന്ന അഞ്ജലിക്ക് ഒരു മുട്ടൻ പണി ഞങ്ങൾ ഇപ്പൊ അങ്ങ് തരാണ്. ഭർത്താവിന് പണി കൊടുക്കാൻ ഓക്കെയാണ്, സ്വയമായിട്ട് പണിയെടുക്കാൻ പറ്റില്ല. അത് എവിടുത്തെ ന്യായമാണ്? മുഖം മാറിട്ടോ. അപ്പൊ സുധീൻ ബ്രോ, നമുക്ക് എന്താണ് പണി കൊടുക്കുക? നമുക്ക് സിമ്പിൾ ആയിട്ട്
എനിക്ക് ഇവിടെ റിസോർട്ടൊക്കെ നടത്താൻ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉള്ളതുകൊണ്ട് ദാരിദ്ര്യ ബുദ്ധിമുട്ടൊക്കെ അതെ ലേബേഴ്സിനെ കിട്ടാൻ അതിലേറെ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് തേങ്ങ പൊതിക്കട അത് ന്യായമായ ആവശ്യമാണ്. കുറച്ച് മതി. അതെ, അധികം ഒന്നും എനിക്ക് ആഗ്രഹമില്ല. അത് തേങ്ങ പൊളിച്ചു കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റോറന്റിൽ നമുക്ക് കറിക്ക് ഉപകാരപ്പെടും. തേങ്ങക്കൊക്കെ എന്താ വില? ഭർത്താവിന് ഇതൊരു സഹായമല്ലേ? അതെ, എല്ലാത്തിനും ഒരുമിച്ച് നിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് പണി കിട്ടിയല്ലേ. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, മെയിലിൽ അയക്കുന്ന സമയത്ത് ഭർത്താവിന്റെ നമ്പർ വെക്കാണ്ടിരിക്കുക, സ്വന്തം നമ്പർ വെക്കുക. ഓക്കെ, മനസ്സിലായോ? ഇത് പ്രേക്ഷകർക്കും ബാധകമാണ്. ഇല്ലെങ്കിൽ ഇതേപോലെ പണി നിങ്ങൾക്ക് നേരെ ഉൾട്ട അടിച്ച് കിട്ടും. അഞ്ജലിയെ റെഡി അല്ലേ? തുടങ്ങല്ലേ? എന്തെങ്കിലും ഈ ജെയിംസ് ഒക്കെ ഇട്ട് തേങ്ങ വിളിക്കുമ്പോ വേറെ കയ്യിൽ എന്തെങ്കിലും വേണോ? ശരി, അപ്പൊ നമുക്ക് പണിസ്ഥലത്തേക്ക് പോവാം. ഇവിടെ നല്ല ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ് ഇവിടെ. നീ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്തു. ഇന്ന് രാത്രി തീർന്നു പോകും. അതെ, ഉറപ്പ്. ഇതെന്താ ചെയ്യണ്ടേ? ഇത് നമ്മൾ ഇതിൽ കുത്തുന്നു, പൊളിക്കുന്നു, കുത്തുന്നു, പൊളിക്കുന്നു, എന്നിട്ട് അതുമാതിരി ആക്കുന്നു. രമണ ഇതാ നമ്മൾ ഇങ്ങനെ കുത്തുന്നു. അങ്ങനെയല്ല, അങ്ങനെ ഇങ്ങനെയാ? ദാ ഇങ്ങോട്ട് തിരി. കൈ കുത്തരുത്. ഈശ്വരാ, ദൈവമേ. ഇനി ഇതിൽ ചവിട്ടുന്നു, അത് പൊക്കുന്നു. പത്തണ്ടോ? സുധിം ബ്രോയെ മനസ്സിൽ ആലോചിച്ച് വലിച്ചു കീറ്. വന്നില്ല. ഇടയിൽ വേണമെങ്കിൽ ഒന്നും കൂടി. ടാസ്ക് നിന്റെ മാത്രമായോണ്ട് നീ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് അതിന്റെ ഒരു രസം. അതെ, കുറച്ച് ഡ്രസ്സിലൊക്കെ. ആദ്യമായിട്ടാണോ തേങ്ങ പൊതിക്കുന്നത്? വീട്ടിലെ കാര്യങ്ങളും എല്ലാം അങ്ങനെയാണ്. കഴിഞ്ഞിരിക്കണോ? കഴിഞ്ഞില്ലേ? അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതുപോലെ ആക്കി അവിടെ വെച്ചാ നമുക്കൊരു 10 എണ്ണം കൂടി ചെയ്യാം. 10 എണ്ണൊക്കെ വേണോ? ഇപ്പൊ പോയാൽ കഴിഞ്ഞാ? ഇത് മതിയോ? ഇതും ചെയ്യണോ? എന്റെ അമ്മേ. അത്രേ ഉള്ളൂ. സിമ്പിൾ. ഇത് സിമ്പിൾ. യെസ്, ഓൾമോസ്റ്റ് ഒന്ന് കഴിഞ്ഞു. ബ്രോ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. ബാക്കിയുള്ളത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ട ആ ഒരു മനസ്സ് കണ്ടോ? പണി കൊടുക്കുകയാണെങ്കിലും അധികം ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ള 9 എണ്ണം കൂടി ചെയ്യാനുള്ളതല്ലേ? അതൊന്നും ചെയ്യണ്ട. മതിയോ? ഇത് മതി. കുറെ ദിവസത്തേക്ക് നമുക്ക് ശേഖരിച്ച് വെക്കാം. ഒരു 10 എണ്ണം. അങ്ങനെ ഒന്നാമത്തെ തേങ്ങ റെഡി ആയിരിക്കുകയാണ്. ബാക്കി 9 എണ്ണം ബാക്കിയുണ്ട്. അതെ, 9 എണ്ണൊക്കെ കഴിയുമ്പോഴേ ഞാൻ ഇവിടെ സ്റ്റാഫ് വെക്കേണ്ട ആവശ്യമില്ല. പിടുത്തത്തിനൊക്കെ ഇത്ര ഭംഗി പോരെ? കുറച്ച് എളുപ്പം കൂടി തിരിച്ചു കുത്തി. ആഴത്ത് കുത്തിയില്ല. ഏത് റൈറ്റ് ഹാൻഡ് ആണോ കൂടുതൽ യൂസ് ചെയ്യുന്നത്? അങ്ങനെ ഒരു മണി കറക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈ പവർ കിട്ടും. ബെറ്റർ എന്ന് തോന്നുന്നു. നമ്മൾ 2 എണ്ണം ആയിട്ടില്ല. കമോൺ. ഓക്കെ, കിട്ടി. ഇപ്പൊ ടെക്നിക്ക് പിടി കിട്ടി. നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നത് കാണുന്നുണ്ട്.
അത് ഇവിടുത്തെ ജോലിക്കാരനാണോ? അതെ അതെ ആൾക്കാരൊക്കെ നോക്കി കബൂറായി കളിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവനായിരുന്നു ഈ പണി. അല്ല, അവന്റെ വിഷമം എന്താണെന്നറിയോ? പക്ഷെ നാളെ തൊട്ട് എന്റെ പണി പോലോ എന്റെ ഡെയിലി വേജ് പോയില്ലേ. ഓൾമോസ്റ്റ് ആയി. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ഗെയിം ഉള്ളതാണ് സുധീം ബ്രോയ്ക്ക്. തല വെച്ചിട്ട് ബാക്കി 10 തേങ്ങ തല കൊണ്ട് അടിച്ചു പൊട്ടിക്കണം. അതെനിക്കിഷ്ടായി. രണ്ടാളും രണ്ട് വഴിക്ക് പോകരുതേ. അത് ഒന്നും കൂടി കുത്തിക്കോ. അവിടെ അല്ല ഈ ഗ്യാപ്പിൽ അങ്ങനെ എന്നിട്ടത് അങ്ങനെ. എല്ലാം ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം പഠിച്ചു. ഇതിന് ഇത്തിരി സമയം കൂടുതൽ എടുത്തുപോയി. മൂന്നാമത്തത് പെട്ടെന്നാവട്ടെ. അതെ അതെ കഴിഞ്ഞിട്ടില്ല. അതെ, ഞങ്ങക്ക് ഈ എപ്പിസോഡിൽ ഇനിയും കുറെ സാധനങ്ങളുണ്ട്. ഇനി നിന്നോട് ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് എടുത്തോളാം. വേഗം ആവട്ടെ. വേഗം ചെയ്ത് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. അത് സുധിനല്ലേ? അല്ലല്ല, എനിക്കാ. ഈ തേങ്ങയൊക്കെ ചരവി നമുക്ക് എന്തൊക്കെ പണിയുണ്ട്. ഇനി ഇത് കൊണ്ടുപോയിട്ട് ചെരവേണം, പാലൊക്കെ എടുത്ത് മാറ്റണം, ചമ്മന്തി ആക്കണം. ചേർക്കുന്നു തോന്നുന്നു. സഹായിക്കണമെന്ന് തോന്നുന്നുണ്ടോ ഭാര്യയെ? ചെറുതായിട്ട്. നാല് ആയിട്ടുള്ളൂ. അമീൻ ബ്രോ, നമുക്ക് ഒരു 5 നിർത്തിയാലോ? അവളുടെ മുഖത്തുള്ള ഭാവങ്ങൾ കുറച്ച് ടെൻഷൻ ആയതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. ഉള്ളതുകൊണ്ട് രക്ഷിക്കണം, ചെറിയൊരു രക്ഷിക്കണം. എന്തെങ്കിൽ സ്നേഹത്തിന്റെ പേര് ബ്രോക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ഞങ്ങൾ പൊടി തട്ടി അങ്ങ് പോവും. അത് കഴിഞ്ഞ് വർഷങ്ങൾ കിടക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 നിർത്താം. 5 കൂടി കഴിഞ്ഞു. ഇത് നീയാന്ന് വിചാരിച്ച് ഞാനങ്ങനെ കഴിയില്ലേ? ഞാൻ നിർത്തിച്ചു. അങ്ങനെ 5 തേങ്ങ ജീവിതത്തിൽ ആദ്യമായിട്ട് അല്ലെ തേങ്ങ പൊതിക്കുന്നു. ആദ്യമായിട്ട് 5 തേങ്ങ പൊതിച്ചിരിക്കുന്നു. പ്രേക്ഷകരൊന്ന് കാണട്ടെ അഞ്ജലിയുടെ. അഞ്ജലിന്റെ 5 തേങ്ങ. ഓക്കെ, അഞ്ജലി സന്തോഷായോ? വളരെ വളരെ ഞങ്ങളോട് സന്തോഷമായി. എന്നും കടപ്പാടുണ്ടായിരിക്കും. അഞ്ജലി വെള്ളമൊക്കെ കുടിച്ചോ? വേർപ്പൊക്കെ തുടച്ചോ? സമാധാനായോ? ഇനി നമുക്ക് ടീമാവും. കുറച്ചിങ്ങോട്ട് നീങ്ങിന്നോളൂ. സുധിൻ ബ്രോ, ഇനി ഞങ്ങൾ 2 പേരും കൂടെ ചേർന്ന് അടുത്ത ടാസ്ക് അങ്ങ് തരികയാണ്. എവിടെയാണോ ഞങ്ങൾ നിർത്തിയത് അവിടുന്ന് ഞങ്ങൾ തുടങ്ങും. ഇപ്പൊ മനസ്സിലായോ? മറുകണ്ഠം ചാടുന്നവനാണ് ഞാൻ. എന്റെ അടുത്ത് പറഞ്ഞു പോകുന്ന വഴി 2 തേങ്ങ കൊടുത്തു വിടാന്ന്. വീട്ടിൽ തേങ്ങയൊക്കെ നല്ല വിലയാണ്. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ ഗെയിം സെഗ്മെന്റ് ഇവിടെ ആരംഭിക്കുകയാണ്. സുധിൻ ബ്രോക്കുള്ള ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അഞ്ജലി പൊതിച്ചു വെച്ച 5 തേങ്ങ. ഈ 5 തേങ്ങ ഈ പറമ്പിന്റെ 5 സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അയ്യോ, ഓക്കെ, എല്ലാം അറിയാവോ? ഈ ഒരു കോമ്പൗണ്ടിന്റെ മുക്കും മൂലയൊക്കെ അറിയാവോ? അറിയാം. കുറച്ച് അവിടെ എവിടെ അച്ഛൻ ഓടിക്കുമ്പോൾ ഒളിച്ചിരിക്കാനുള്ള സ്ഥലങ്ങളാണോ? ഓക്കെ, എല്ലാം അറിയാലോ. അപ്പൊ 5 സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോന്നും പോയിട്ട് കണ്ടുപിടിക്കണം. മൊത്തം ഒരു 5 മിനിറ്റ് സമയം തരും. 5 മിനിറ്റ്. 5 മിനിറ്റിനകത്ത് 5 തേങ്ങ കണ്ടുപിടിക്കണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. 4 തേങ്ങ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, 4 തേങ്ങെങ്കിലും കണ്ടുപിടിച്ചാൽ നമ്മൾ നേരെ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ബമ്പർ ട്രീറ്റ് ആയ ഗിഫ്റ്റ് സ്വന്തമാക്കും. താങ്ക് യു. അറിയാലോ? ഓക്കെ, സോ ആദ്യത്തെ ക്ലൂ ഞാൻ തരാം. ഈ ക്ലൂ വായിച്ച് ഇത് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. അവിടെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തേങ്ങയും കിട്ടും, ഒപ്പം നെക്സ്റ്റ് ക്ലൂവും കിട്ടും. അടിപൊളി. ഓക്കെ, റെഡി. സോ ഐശ്വര്യത്തോടു കൂടി വേണ്ട, അഞ്ജലിനെ കൊടുത്തു, ഐശ്വര്യമായിട്ട് കൊടുത്തോളൂ. പിടിച്ചോളൂ.
എനിക്കൊരു ചെറിയ സഹായം. എന്താണ്? മലയാളം വലിയ വശമില്ലാത്തതുകൊണ്ട് മലയാളം അറിഞ്ഞൂടെ? വായിച്ചു തന്നാൽ ഞാൻ കൊടുത്താൽ. ഓക്കെ, അങ്ങ് വിദേശത്തായിരുന്നു കുറെ നാളുകളായിട്ട്. ഓക്കെ, ആ തൃശ്ശിവ പേരൂരിലല്ല, തിടമ്പേറ്റിൽ ഒന്നുമില്ല, കാരിരുൾ പോലൊരു മസ്തക വീരൻ. ടൈം സ്റ്റാർട്ട് നൗ. മനസ്സിലായി എന്റെ ആനക്കുട്ടി. ഇതാണ് നമ്മുടെ മസ്തക കുട്ടൻ. മസ്തകുട്ടൻ. ഓക്കെ, കിട്ടിയിരിക്കുന്നു. കിട്ടിയിരിക്കുന്നു. എവിടെ? ഇതാ Yes! ആനമുട്ട. ഒന്നാമത്തെ ആന. ഓക്കെ, കിട്ടി. നെക്സ്റ്റ് കിട്ടിയാ? ഇത് ഞാൻ വായിച്ചു തരണമല്ലോ അല്ലേ? അമ്പിളി മാമന്റെ ചന്തമുണ്ട്, 1000 കോലളവിൽ പൊന്തി നിൽക്കും. 40 സെക്കൻഡ് കഴിഞ്ഞപ്പോ തന്നെ 1000 കൊലവിളി ഒന്നുമല്ല, 1000 കോലളവിൽ. കോലളവിൽ. ഓട്ടോകോൾഡോ പറയോ? ഒരു ഐഡിയ കിട്ടാൻ. ഇപ്പൊ തണുപ്പിലാണ്, ഇപ്പൊ നല്ല ശൈത്യകാലമാണ്. ഇപ്പൊ ഞാൻ വലത്തോട്ടോ വലത്തോട്ട് പോയാൽ നമുക്ക് നേരെ വേനൽ പിടിക്കാം. അമ്പിളി മാമന്റെ ചന്തം, 1000 കോലളവ് നീളമുണ്ട്. എവിടെ പോണ്? ഇതാ ഇവിടെ അറ്റമായിരിക്കുമോ? ഇവിടെ ഇല്ല. ഞാനിപ്പോൾ തണുപ്പത്താണോ ചൂടത്താണോ? ചൂട് ചൂട്. ചൂടാണ്, തണുപ്പിലേക്ക് പോരുത്. കിട്ടിപ്പോയി. Okay. Yes, കിട്ടി. ഓക്കേ, സോ 2 മിനിറ്റ് 47 സെക്കൻഡിൽ രണ്ടാമത്തെ തേങ്ങ കണ്ടുപിടിച്ചിരിക്കുന്നു. അടുത്തത് വായിക്കും. 3-ാം മഴുവേറിൽ കനകപ്പൊന്ന് തന്നൊരു കാവലാണ്. 3-ാം മഴുവിൽ കാവൽ ആൾ. അപ്പൊ ഒരു പ്രതിമ. അവിടെ ആ 3-ാം കുറ്റി അവിടെ 5 മിനിറ്റ് മറക്കരുതേ. അയ്യോ, ടൈമർ. ആ 1 2 3 3-ാം മഴു. 3-ാം മഴു അവിടെ കാവല്. തേങ്ങ കിട്ടി. അടുത്തത് 3 മിനിറ്റ് 20. 3 മിനിറ്റ് 20 സെക്കൻഡ് മൂന്നാമത്തെ കണ്ടുപിടിച്ചു. അയ്യോ, ഞാൻ ഏറ്റവും വേസ്റ്റ് ആയി പോകുന്നത് എയർപോർട്ടിലാണ്. എന്റെ ജീവിതം തേഞ്ഞാണ് തീരാറ്. എയർപോർട്ടിൽ വേസ്റ്റ് ആവുന്ന. ഇനി 1.5 മിനിറ്റ് കൂടെ ഉള്ളൂ. അയ്യോ, എന്റെ ജീവിതം തേഞ്ഞ് സോപ്പാണോ? എയർപോർട്ടിൽ സോപ്പ് വേസ്റ്റ് ആവില്ലല്ലോ. സോപ്പ് വേസ്റ്റ് ആവുന്നേ ഇല്ല. തണുപ്പ് തണുപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, 55. ടയർ. ഇതിൽ കിട്ടി. ഏതോ ടയറിലുണ്ട്. 1. ടയറിൽ. അയ്യോ, ഓക്കേ, സാരമില്ല. നമ്മുടെ 5 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. 5 മിനിറ്റിൽ 4 തേങ്ങ കണ്ടുപിടിക്കണമെന്നായിരുന്നു ടാസ്ക്. പക്ഷേ ബ്രോ 3 എണ്ണേ കണ്ടുപിടിച്ചുള്ളൂ. സാരമില്ല, ഇപ്പൊ പകരത്തിന് പകരമായോ? കൊറേ ഓടിയോ? ഓടി ഞാനാണ് വേർത്തത്. ഞാൻ അഞ്ജലിയെ കൊണ്ട് വേർപ്പിന് പ്രതികാരം ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചതാ. പക്ഷെ ഞാനൊരു പരുവായി. ശരി, സാരമില്ല. നമുക്ക് നമ്മുടെ ബമ്പർ ഗിഫ്റ്റ് മാത്രമേ മിസ്സായിട്ടുള്ളൂ. വേറെയും ഒരുപാട് ഗിഫ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് എന്റെ ഭാര്യക്ക് പണി കൊടുക്കാൻ കിട്ടി. ആ ഒരു അവസരം കിട്ടി. ഇന്ന് രാത്രി പണി വാങ്ങിക്കാനുള്ള അവസരം കിട്ടി. ഈ ഒരു അവസരത്തിൽ സൂര്യ കോമഡി നന്ദി പറഞ്ഞോളൂ. നന്ദിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ശരി. അങ്ങനെ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇതാണ് എന്റെ അച്ഛൻ, അമ്മ, എന്റെ മോൾ. ഹായ്, ഹലോ. എന്താ പേര്? എന്താ പേര്? മിഹിക്ക. ഒരു വെറൈറ്റി പേരാണല്ലോ മിഹിക്ക. കുറച്ച് ക്രിയേറ്റീവ് പിടിച്ചതാണ്. അമ്മയ്ക്ക് ഞങ്ങൾ ഒരു സമ്മാനം കൊണ്ടാണ് അമ്മയെ വന്നിരിക്കുന്നത്. അമ്മയുടെ മരുമകളുടെ കൈകൊണ്ട് പൊതിച്ച 5 തേങ്ങകൾ. സന്തോഷമായില്ലേ? ഇനി നാളേക്കും മറ്റന്നാളും ഒക്കെ കറിക്ക് ഈ തേങ്ങ അരച്ച് നമുക്ക് കറി ഉണ്ടാക്കാം. സൂക്ഷിച്ചെടുത്ത് വെക്കും നമ്മൾ. ഓക്കെ, അച്ഛന്റെ പേര്, അങ്കിളുടെ പേര് എങ്ങനെയാ? അച്ഛന്റെ പേര് ഉദയ ദിവാകരൻ. ഉദയ ദിവാകരൻ. അതാണ് നമ്മുടെ ഇതിന്റെ പേര്, റിസോർട്ടിന്റെ പേര് ഉദയ ഇട്ടേക്കുന്നത്. ഓക്കെ, അമ്മ ഹൗസ് വൈഫ് ആണോ? അല്ല, നമ്മളുടെ കൂടെ ബിസിനസ്സില് അക്കൗണ്ട്സും എല്ലാവരും ഉണ്ട്. ഇയാൾ ഒഴികെ ബാക്കി എല്ലാവരും ബിസിനസ്സിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ബി പെർഫ്യൂംസ് നൽകുന്ന നല്ലൊരു സമ്മാനം. ബി പെർഫ്യൂംസ് വിത്ത് 12 hours ലാസ്റ്റിംഗ് ഗ്യാരണ്ടി. ഗ്രാമി ഇഡ്ഡലി ദോശ മാവ് നൽകുന്ന നല്ലൊരു സമ്മാനം. സ്വാദും ഗുണമേന്മയും ഒരുമിച്ച് ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കും. ഓറിബോൺസ് നൽകുന്ന നല്ലൊരു സമ്മാനം. ഓറിബോൺസ് യുവർ ഇന്നർ ബ്യൂട്ടി. ഇതിൽ
അതിലെല്ലാം ഉപരിയായിട്ട് ഈ വിയർപ്പിനും ഈ ഒരു സങ്കടത്തിനും ഞങ്ങളുടെ വക ഒരു വലിയ ഗിഫ്റ്റ്. താങ്ക് യു. ഹാപ്പി? ഹാപ്പി. അഞ്ജലി ഹാപ്പി അല്ലേ? ഓക്കെ, സോ ഇന്നത്തെ എപ്പിസോഡ് വളരെ രസമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്തു. നിങ്ങളും എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ എന്തെങ്കിലും പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. സോ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫ്രം ഫൺ ഫാമിലി. ബൈ.